ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിലെ ഭരണം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ PDPക്കും SDPIക്കും പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുമായും ധാരണയുണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള MA ബേബിയുടെ പ്രതികരണമാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, SDPI, PDP തുടങ്ങിയ കക്ഷികളുമായി CPMന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുള്ള ധാരണയും സഖ്യവും എന്താണ് എന്നതിനെപ്പറ്റി ഇതിനകം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം. CPM തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി ന്യായീകരിച്ചുകൊണ്ട് CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തിയിരിക്കുകയാണ്. മതതീവ്രവാദ ശക്തികളുടെ വോട്ട് നേടുക, അതിലൂടെ വിജയിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇപ്പോൾ ഇടത് മുന്നണിയായാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും രണ്ടു കൂട്ടരും ശ്രമിക്കുന്നത്. മതതീവ്രവാദ ശക്തികളുടെ വോട്ട് നേടുക എന്നുള്ള തന്ത്രമാണ്. അതിനവരിപ്പോ എല്ലാ തത്വദീക്ഷയും മാറ്റിവെച്ചുകൊണ്ട് ഇതിനു മുൻപ് പറഞ്ഞ പല പ്രചണ്ഡമായ എതിർപ്പുകളുണ്ട്. ഈ വർഗീയവാദികൾക്കൊക്കെ എതിരായിട്ട്, തീവ്രവാദികൾക്കെതിരായിട്ടൊക്കെ ഇവര് അനസ്യൂതം വലിയ പ്രസംഗങ്ങൾ നടത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഈ മതതീവ്രവാദ ശക്തികളുടെ വോട്ട് നേടുക എന്ന തന്ത്രമാണ് ഇവര് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തത്വദീക്ഷയുമില്ല അതിന്. വോട്ട് മാത്രമാണ് ലക്ഷ്യം. അതിന് ഈ രാജ്യത്തിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്നവരാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചവരെന്നാകട്ടെ, അങ്ങനെയൊന്നും നോക്കാതെ തങ്ങൾക്ക് വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്, ജയിക്കുക, വോട്ട് നേടി വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇവർ മുഴുവൻ മുന്നിൽ വയ്ക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഈ മതവർഗീയ ശക്തികൾക്ക്, ഭീകരവാദ ശക്തികൾക്ക് ബലം കൊടുക്കുന്ന, അവരെ അംഗീകരിക്കുന്ന സമീപനം ഈ രണ്ട് മുന്നണികളും സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിന് വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ സാമാന്യമായിട്ടുള്ള മതേതരമായി ചിന്തിക്കുന്ന മുസ്ലിം സമൂഹത്തെ പോലും വർഗീയ വാദത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് ഈ ഇടതു വലതു മുന്നണികൾ സ്വീകരിക്കുന്നത്. അത് വലിയ തോതിലുള്ള കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ പൊതുസമൂഹത്തിനുള്ളിൽ വലിയ ഭയാശങ്കകൾ ഉണ്ടാക്കുന്നതാണ്. പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞ് ഈ രണ്ട് മുന്നണികളുടെയും ഈ നിലപാടുകൾക്കെതിരായി ശക്തമായ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ തോതിൽ ജനങ്ങൾ ഇത് തിരിച്ചറിയും. ഈ കാപട്യം തിരിച്ചറിഞ്ഞ് ജനങ്ങൾ മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും എന്ന ഒരു വിശ്വാസം ആണ് ഞാൻ പുലർത്തുന്നത്. ഓക്കെ, വളരെ നന്ദി ശ്രീ RV ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം PDPയുടെ വോട്ട് വാങ്ങും എന്ന് MA ബേബി പറഞ്ഞിരുന്നു. അബ്ദുൽ നാസർ മദ്രിക്കും PDPക്കും പഴയ തീവ്ര സ്വഭാവമില്ല എന്ന ന്യായീകരണ ക്യാപ്സൂൾ നിരത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിന് നേതൃത്വം നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു കൊടും ഭീകരവാദ സംഘടനയെ ന്യായീകരിച്ച് CPMന്റെ ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയത്.